ഇനി മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കാൻ ഒരുത്തന്നെ നിൽക്കേണ്ട, ഹേറ്റേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും. നേരിൻ്റെ ഇൻ്റർവ്യൂ സ്ത്രീക്ക് പറഞ്ഞാണ് ഒരു മോഹൻലാലിൻ്റെ ഒരു പടത്തിന് പോസിറ്റീവ് വന്നാൽ പിന്നെ എന്താണെന്ന്. അത് തന്നെയാണ് ഇവിടെ 4 ലക്ഷം 5 ലക്ഷം ടിക്കറ്റൊക്കെ അടിച്ച് കയറി പോകുന്നത്. അപ്പോൾ മോഹൻലാലിനെ തൊടാൻ മോഹൻലാലിനെ കൊണ്ടേ പറ്റുള്ളൂ. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും അടിപൊളിയായിരുന്നു. കുറേ സീനുകളുണ്ട്, സങ്കടം വരും. കുഴപ്പമില്ലായിരുന്നു അങ്ങേറ്റത്ത്. അടിപൊളി. ഏകദേശം നമ്മളെ പഴയ മോഹൻലാലൊക്കെ തിരിച്ചു വന്ന പോലെ സൂപ്പറായിരുന്നു. വില്ലൻ അടിപൊളിയാ. ഇല്ല സൂപ്പറായിരുന്നു. അതാ പറഞ്ഞ പഴയ മോഹൻലാൽ നമുക്ക് തിരിച്ചു കിട്ടിയതുപോലെ സൂപ്പറായിരുന്നു. എല്ലാം അടിപൊളി. കഥയും സൂപ്പറാണ്. കുറേ സീനുകളുണ്ട്, സങ്കടം വരും. സൂപ്പർ. നല്ല മൂവിയായിരുന്നു. കൊള്ളാം. നല്ല മൂവിയായിരുന്നു. അടിപൊളിയായിരുന്നു. പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു. കുഴപ്പമില്ലായിരുന്നു അങ്ങേറ്റത്ത്. നല്ല പടമായിരുന്നു. ലാലേട്ടൻ അടിപൊളിയായിരുന്നു, സൂപ്പറായിട്ട്. ഫസ്റ്റ് ഹാഫ് നമുക്കൊരു സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും അടിപൊളിയായിരുന്നു. നല്ലതായിരുന്നു. നല്ല അഭിപ്രായം. എന്ത് നല്ലതായിരുന്നു. എല്ലാവരും നല്ല അഭിനയമായിരുന്നു. വില്ലനും അടിപൊളിയായിരുന്നു. ഞെട്ടിച്ചു. നല്ല പടമാണ്. ഇഷ്ടപ്പെടും. നല്ല പടം. കൊള്ളാം. അവരുടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പഴയതുപോലെ പക്ഷേ അങ്ങനെയുള്ള സിനിമ ഉണ്ടല്ലോ, അതുപോലെ നല്ല കോമ്പിനേഷനാണ്. മൊത്തത്തിൽ കൊള്ളാം. നല്ല ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. ലാലേട്ടൻ സൂപ്പർ. അടിപൊളിയായി. നല്ല പടമായിരുന്നു. മോഹൻലാൽ തുടരും. ഇനി മോഹൻലാലിനെ അഭിനയം പഠിപ്പിക്കാൻ ഒരുത്തന്നെ നിൽക്കേണ്ട, ഹേറ്റേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും. കാരണം ഞാനിത് ഫസ്റ്റ് ഡേ കാണാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ എനിക്ക് പറ്റിയില്ല. കിട്ടിയത് രാത്രി വന്നപ്പോൾ രാത്രിയും ഫുള്ള് യൂത്താണോ എന്ന് നോക്കിയപ്പോൾ യൂത്തല്ല, ഫാമിലി, പ്രായമായ അമ്മച്ചിമാർ, അതായത് അത്രയും ഏജ്ഡ് അത്രയുള്ള ആളുകളും പടം കാണാൻ വരുന്നത്. മോഹൻലാലിനെ കണ്ട് അവരൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പം അവരൊക്കെ അത് സ്ലീപ്പർ സർവീസ് എന്ന് പറയുമ്പോൾ അവരാണെന്നെങ്കിൽ പിന്നെ നമ്മളും ഇങ്ങനെ മോശം പറയുന്നത്. ഇതിനെപ്പറ്റി എനിക്കങ്ങനെ ഒരു മോശം പറയാനുമില്ല. കാരണം എന്താണ്, ഒരു ദൃശ്യത്തിന് ശേഷം അല്ലെങ്കിൽ ഞാൻ കണ്ട് ആസ്വദിച്ചൊരു മോഹൻലാൽ പടം, നേരെ ഓഫ് കോഴ്സ് നല്ല മൂവിയാണ്, പക്ഷേ ദൃശ്യത്തിന് ശേഷം ഞാൻ കണ്ട് ആസ്വദിച്ചൊരു മോഹൻലാൽ സിനിമ തന്നെയാണ്. തുടരും. പെർഫോമൻസ് വൈസാണെങ്കിൽ ശോഭനയാണെങ്കിലും ശരി, ഈ പറയുന്ന എന്താണ് ലാലേട്ടനാണെങ്കിലും മറ്റുള്ള മെയിൻ വില്ലൻ പ്രകാശ് വർമ്മയാണെങ്കിലും എല്ലാവരും, പിന്നെ ബിനു പപ്പു അധികാരം പറയുന്ന കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ബിനു പപ്പുവിൻ്റെ പെർഫോമൻസ് ഈസ് ലൈക്ക് അങ്ങനെ ഇത്ര നന്നായിട്ട് ചെയ്യുമെന്നൊന്നും പ്രതീക്ഷയില്ല. മാത്രമല്ല ഇതിൽ മിസ്കാസ്റ്റിംഗ് ഇല്ല, പാട്ടുകളോ ഒന്നും മോശമായിട്ടില്ല, ഒരു സീൻ ഇത് വേണ്ടായിരുന്നു എന്ന് പറയാനും ഒന്നുമില്ല. ഫൈറ്റ് കൊറിയോഗ്രാഫി ആണെങ്കിൽ സൂപ്പർ, സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ സൂപ്പർ, എല്ലാം കൊണ്ടും ഒരു തരുൺ മൂർത്തി മോഹൻലാൽ മാജിക് തന്നെയാണ് ഈ സിനിമ. അത് നേരിൻ്റെ ഇൻ്റർവ്യൂ സ്ത്രീക്ക് പറഞ്ഞാണ് ഒരു മോഹൻലാലിൻ്റെ ഒരു പടത്തിന് പോസിറ്റീവ് വന്നാൽ പിന്നെ എന്താണെന്ന്. അത് തന്നെയാണ് ഇവിടെ 4 ലക്ഷം 5 ലക്ഷം ടിക്കറ്റൊക്കെ അടിച്ച് കയറി പോകുന്നത്. അപ്പം മോഹൻലാലിനെ തൊടാൻ മോഹൻലാലിനെ കൊണ്ടേ പറ്റുള്ളൂ. അത് ഇനിയും തൂക്കും. ഇനി അടുത്ത ഹൃദയപൂർവ്വം ഇതുപോലെയാണ് എങ്കിൽ, ഇതുപോലെ ഒരു ഫാമിലി ഡ്രാമയാണെങ്കിൽ വീണ്ടും ഇതേപോലെ സ്ലീപ്പർ സെൽസ് ഓണാവും, മോഹൻലാൽ തിരിച്ചു വരും, എല്ലാവരും കരയും. അത്രയേ ഉള്ളൂ.